നമ്മളിന്ന് ഇഞ്ചിക്കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് 1/2 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തൊണ്ട് കളഞ്ഞ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി ഇഞ്ചിക്കറി റെഡിയാക്കുന്നതിനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ ഒരു കുക്കിംഗ് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ 125 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾക്കിത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഒരു 10 മിനിറ്റ് സമയം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 8 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ഉലുവ 1/2 ടേബിൾ സ്പൂൺ, ഇനി കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾക്കിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായി മൊരിഞ്ഞു വരുന്നത് വരെ നമ്മൾക്കിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിത് ഒരു മിക്സിയിൽ അരച്ചെടുക്കാം. ഇത് മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇഞ്ചി നന്നായി മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ വേറൊരു കുക്കിംഗ് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. ഇനി 5 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 ടേബിൾ സ്പൂൺ കായം ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളുടെ മെയിൻ ഐറ്റമായ ഇഞ്ചി മിക്സിയിൽ അരച്ചെടുത്തത് ചേർക്കാം. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ഇഞ്ചി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾക്കിത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് സമയം നമ്മൾക്കിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യാം. ഇഞ്ചിക്കറിയിൽ പുളിയും ഉപ്പും മധുരവും എല്ലാം ബാലൻസ് ആയി നിൽക്കണം. എന്നാലാണ് നമ്മൾക്കതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി മധുരം കിട്ടുന്നതിനായിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 10 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്തതിന് ശേഷവും നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ശർക്കര നന്നായി ഉരുകുന്നത് വരെ നമ്മളിതിങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. നമ്മൾക്കിതിലേക്ക് ഇനി 350 ml വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം വാളംപുളി 350 ml വെള്ളത്തിൽ കുതിർത്തി അത് നന്നായി മിക്സ് ചെയ്ത് ഒരു സ്ട്രെയിനറിൽ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്കിനി ഈ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ട് കുക്ക് ചെയ്യാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്യണം. ഇഞ്ചിക്കറിയുടെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉപ്പും പുളിയും മധുരവും എല്ലാം ബാലൻസ് ആയി നിൽക്കണം. എന്നാലാണ് നമ്മൾക്കതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളും ഈ സെയിം മെഷർമെൻറ്റിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇഞ്ചിക്കറി റെഡിയാക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾക്കിത് വേറൊരു ബൗളിലേക്ക് പകർത്തിയെടുക്കാം. ഇത് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.